ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് വളരെ എളുപ്പത്തിലൊരു വട്ടയപ്പം ഉണ്ടാക്കി നോക്കിയാലോ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും. ഇതിനകത്ത് ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല. വളരെ കൊച്ചു കുട്ടികൾക്ക് വരെ നമുക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതിന് കുറച്ച് കാര്യങ്ങൾ മാത്രമേ വേണ്ടൂ. കുറച്ച് പച്ചരി, പിന്നെ കരിപ്പോട്ടിയാണ് മധുരത്തിന് വേണ്ടി ചേർത്തിരിക്കുന്നത്, തേങ്ങ തിരികിയതും, പിന്നെ തേങ്ങാവെള്ളം, തലേന്നേ പഞ്ചസാരയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത് ഒരു അരക്കപ്പ്. പച്ചരി കഴുകി കുതിർക്കാൻ വേണ്ടിയിട്ട് മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും വെച്ചിരിക്കണം. പിന്നെ തേങ്ങാവെള്ളവും കരിപ്പോട്ടി പാനിയാക്കി തണുപ്പിച്ചതും തേങ്ങയും കൂടെ ചേർത്ത് നന്നായി അരച്ചെടുക്കണം. കരിപ്പോട്ടി അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, കരിപ്പോട്ടി പാനിയാക്കുമ്പം ഈ അരി അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രമേ ചേർക്കാവൂ. നമ്മൾ കുറച്ച് അര ഗ്ലാസ്സോളം തേങ്ങാവെള്ളം ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് അരയ്ക്കുമ്പോൾ വെള്ളം കൂടി പോകാതെ ആവശ്യത്തിന് മാത്രം പാനിയാക്കി എടുക്കാവൂ. ഇത് നന്നായിട്ട് അരച്ചിട്ട് ഇഡലി ചെമ്പിനകത്ത് ഒരു ചെറിയ പാത്രം വെച്ച് അതിനകത്ത് നെയ്യ് തടവി ഈ കൂട്ട് അതിലൊഴിച്ച് ഒരു മിനിമം 20 മിനിറ്റോളം ആവി കയറ്റി വേവിച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉണക്കമുന്തിരിങ്ങയും തേങ്ങാക്കൊത്ത് ചെറുതായി അരിഞ്ഞതും ചേർക്കുന്നുണ്ട്. ഇത് കൊച്ചു കുട്ടികൾക്ക് വരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കി ഒരു 4 മണി പലഹാരമായിട്ട്, ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോവുക, അപ്പം കുട്ടികൾക്കൊക്കെ വൈകിട്ട് വരുമ്പം ഒരു 4 മണി പലഹാരമായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇത് കഴിക്കാനും വളരെ സ്വാദുള്ളതാണ്. പിന്നെ കരിപ്പോട്ടിക്ക് പകരം നമുക്ക് ശർക്കരയോ പിന്നെ പഞ്ചസാരയൊക്കെ ചേർക്കാവുന്നതാണ്. ഇത് ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴത്തേന് നന്നായിട്ട് ആവിയൊക്കെ വന്ന് വെന്തിട്ടുണ്ടായിരിക്കും. ഇപ്പം ഒന്ന് കുത്തി നോക്കാം നമുക്കിപ്പം. നന്നായിട്ട് നോക്കിയപ്പം നന്നായിട്ട് അകമൊക്കെ വെന്തിട്ടുണ്ട്. ഇനി തണുക്കുമ്പം ഇത് വേറൊരു പാത്രത്തിലോട്ട് എടുത്തിട്ട് മറിച്ചിടാം. അമ്മമാർക്കൊക്കെ ഇനി ഇപ്പോൾ സ്കൂൾ തുറന്ന് വരുമ്പം വൈകുന്നേരം എന്ത് കൊടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ആയിരിക്കും. ഉച്ചയ്ക്കും ചോറ്, പിന്നെ വൈകുന്നേരത്തൊക്കെ എന്തോ കൊടുക്കുമെന്ന് വിചാരിച്ചിരിക്കുന്നവർക്കൊക്കെ വളരെ എളുപ്പത്തിലുണ്ടാക്കി വെക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. ഇത് കട്ട് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. ഞാനിത് ഒഴിച്ച പാത്രം കുറച്ച് തിന്നായിപ്പോയി. കുറച്ചും കൂടെ തിക്കായിട്ടുള്ള പാത്രത്തിനകത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കട്ടിയായിട്ട് കിട്ടും. ഇതിൻ്റെ അകമൊക്കെ നല്ല സോഫ്റ്റാണ്. കഴിക്കുമ്പോൾ നല്ല മയത്തിലാണ് കിട്ടുന്നത്. നമ്മളെങ്കിൽ ഇതിനകത്ത് സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും ചേർത്തിട്ടില്ല. തേങ്ങാവെള്ളത്തിൽ പഞ്ചസാര ഇട്ട് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതായത് കണ്ട് നമ്മൾ ഹലുവ കണക്ക് ഇങ്ങനെ വരും. നമുക്കിതൊന്ന് തിന്ന് നോക്കിയാലോ. ഇനി അതിൻ്റെ കുഞ്ഞിന് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ട്രൈ ചെയ്ത്